ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഓട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഓട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും ദിനങ്ങളെല്ലാം. വരും നാളിനി അധികമില്ല, ദൈവപുരം നമുക്കിനി അകലമല്ല. വരും നാളിനി അധികമില്ല, ദൈവപുരം നമുക്കിനി അകലമല്ല. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരകുളം. മഹാദൈവമാകുന്ന നമ്മുടെ പിതാവിന് എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയം ഈ ദിവസങ്ങളിൽ കൂടുതലായി പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകി. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തായിരുന്നപ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു. അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ള കാര്യം അവിടുത്തെ വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്, ജീവിതം കൊണ്ട്, മരണം കൊണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകുന്ന രണ്ട് വിഷയങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ദൈവത്തിന് മാത്രം നൽകുവാൻ തക്കവണ്ണം കഴിയുന്നതും മനുഷ്യർക്ക് ആർക്കും നൽകുവാൻ തക്കവണ്ണം കഴിയാത്തതുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കർത്താവായ യേശു മാനവകുലത്തിന് നൽകുന്നു. അതിൽ ഒന്ന് ജീവനാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ജീവന്റെ ഉടയവനായ ദൈവം ആണ്. അവിടുന്ന് അത് അവകാശപ്പെട്ടു. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ജീവൻ ആകുന്നു. യോഹന്നാൻ 14:6. അവിടുന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവിടുന്ന് അവകാശപ്പെടുന്നു, ഞാൻ ജീവൻ ആകുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:4. ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് അവകാശപ്പെട്ടു. മരിച്ചവർക്ക് താൻ ജീവൻ കൊടുത്തു. മരിച്ച് നാറ്റം വെച്ചതായിരിക്കുന്ന ലാസറിനെ ഉയർപ്പിച്ചവനാകുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനും ആകുന്നു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പാടാറുള്ളത് അവിടുന്ന് ജീവന്റെ ഉറവിടം എന്നാണ്. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്ന് നമ്മൾ പാടി ദൈവമായ കർത്താവിനെ നമ്മൾ സ്തുതിക്കാറുണ്ട്. നമ്മുടെ കർത്താവ് മനുഷ്യന്റെ ശാരീരികമായിരിക്കുന്ന ജീവന്റെ ഉടയവൻ ആയിരിക്കുന്നത് പോലെ ആത്മജീവന്റെ ഉടയവനുമാണ്. അഥവാ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് കർത്താവ്. അഥവാ മനുഷ്യന് അവിടുന്ന് ശാരീരികമായിരിക്കുന്ന ജീവൻ നൽകുന്ന ദൈവമായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് മരണാനന്തരം മനുഷ്യനെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ജീവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നു. ക്രിസ്തു തൻ്റെ ജീവൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10:14 നമ്മൾ വായിക്കുകയാണ്. കർത്താവ് തൻ്റെ ജീവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നു, നമ്മെ നിത്യജീവന് അവകാശികളാക്കി മാറ്റി. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ കർത്താവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു നമുക്ക് ശാരീരികമായ ജീവൻ നൽകുന്നു.
അതോടൊപ്പം തന്നെ നമുക്ക് നിത്യജീവനും നൽകുന്നു. ഇങ്ങനെ ജീവനും നിത്യജീവനും നൽകുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് ദൈവമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് നമ്മൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, യേശുക്രിസ്തു നമുക്ക് സമാധാനം നൽകുന്നു. യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് സമാധാനം. സമാധാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുവാൻ തക്കവണ്ണം കഴിയും, യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് സമാധാനം. എഫെസ്യർ 2:14. ക്രിസ്തു നമ്മുടെ സമാധാനമായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു സമാധാനത്തിന്റെ പ്രഭുവാണ്. യെശയ്യാവ് 9:6. ക്രിസ്തു നമുക്ക് സമാധാനം തന്നേച്ചു പോയവനാണ്. യോഹന്നാന്റെ സുവിശേഷം 14:27. നിങ്ങൾക്ക് ഞാൻ എൻ്റെ സമാധാനം നൽകുന്നു, ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല നിങ്ങൾക്ക് നൽകുന്നതെന്ന് പറഞ്ഞു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാകുന്ന കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20-ാം 19, 21, 26 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തുള്ള സമസ്ത മനുഷ്യർക്കും ജീവൻ കൊടുക്കുന്നവനാണ്, നിത്യജീവൻ കൊടുക്കുന്നവനാണ്, സമാധാനം കൊടുക്കുന്നവനാണ്. ഇങ്ങനെ അവകാശപ്പെടുകയും കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം ഈ ഭൂമുഖത്ത് മനുഷ്യകുലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ളതായിരിക്കുന്ന ജീവനും നിത്യജീവനും സമാധാനവുമാണല്ലോ നാം ഇന്ന് പ്രാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ജീവനും നിത്യജീവനും സമാധാനവും നൽകുവാൻ തക്കവണ്ണം കഴിയുന്ന മനുഷ്യകുലത്തിൽ ഒരുവനുണ്ടെങ്കിൽ അവൻ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മഹാദൈവം തന്നെയാണ്. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ എന്നിവ ഓർക്കുമ്പോൾ അവിടുന്ന് സാക്ഷാൽ ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കുവാനും ആരാധിക്കുവാനും ഇടയാകും. ഈ പ്രഭാതത്തിൽ നമുക്ക് ജീവൻ നൽകുന്ന, നമുക്ക് നിത്യജീവൻ തന്ന, നമുക്ക് സമാധാനം തന്ന ഈ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് വീണ്ടും ജീവിക്കാം. ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദിവ്യമായിരിക്കുന്ന സന്തോഷവും സമാധാനവും നൽകി നമ്മെ ഇന്ന് പകൽക്കാലം മാനിക്കുമാറാകട്ടെ. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.